നമുക്ക് എല്ലാറ്റിനും എല്ലായ്പ്പോഴും സംലഭ്യനായിട്ടുള്ള നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ സാജൻ സി ജോർജ്, നമുക്ക് ആശംസകൾ അർപ്പിച്ച് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിക്കുന്ന നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജാൻസി ലീമ, GTA പ്രസിഡന്റ് ശ്രീ സന്തോഷ് പോൾ, ഇതിൻ്റെ ഈ ദീക്ഷ 2026 സംഘാടകനുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാർത്ഥതയോടെ അധ്വാനിച്ച പ്രസന്ന ടീച്ചർ, ബിൻസി ടീച്ചർ, പിന്നെ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ടെറസിൻ, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പുതിയതായിട്ട് നമ്മുടെ BEd സ്റ്റുഡൻസ് ആയിട്ട് വന്നു ചേരാനിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് നിങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, ഏവർക്കും ഇന്നത്തെ നല്ല ദിവസത്തിൽ ഏവരെയും ആത്മാർത്ഥതയോടെ സ്മരിച്ചുകൊണ്ട് എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ജ്ഞാനികൾ ആകാശത്തിന്റെ പ്രകാശം പോലെ തിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു വേറിട്ട രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണല്ലോ നമ്മൾ ഇന്ന് ഈ 100 വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതോടൊപ്പം മറ്റെല്ലാവരും ഒന്നു ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കളക്ടറിന്റെ പല സ്ഥലത്തും ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ ഈ പ്രളയവും കാലവർഷക്കെടുതികളും അതിൻ്റെ രൗദ്രഭാവവും ഒക്കെ കൊണ്ട് ഒരുപാട് മക്കൾ വേദനിക്കുന്നുണ്ട്. അവരെയൊക്കെ പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ നിമിഷങ്ങൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് ഓർക്കാം. വലിയ കെടുതികളിൽ നിന്ന്, വലിയ പ്രളയക്കെടുതികളിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യം, നമ്മുടെ കേരളം അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പല വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിൽ ഭീതി ഉണരുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് ദൈവം നമ്മുടെ മേൽ കരുണയായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളെയാണല്ലോ നമ്മൾ പ്രത്യേകം ഈ വേദിയിൽ പ്രത്യേകം ഓർക്കുന്നത്. വലിയ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് അവർ ഇനിയൊരു തൊഴിലധിഷ്ഠിതമായ ഒരു കോഴ്സിന് ചേർന്നിരിക്കുന്ന ഒരു അവസരമാണിത്. ഇത് നവജ്യോതി BEd കോളേജ്, അത് ഈ പേര് പോലെ തന്നെ അതൊരു പ്രകാശത്തിന്റെ ഒരു ഗോപുരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടാറുള്ളത്. കാരണം അവിടെ വെറുതെ ഒരു നവജ്യോതിയിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു കുടുംബമായിട്ട്, നവജ്യോതി ഒരു കുടുംബമായിട്ടാണ് അധ്യാപകരും പ്രിൻസിപ്പളും അധ്യാപകരും വിദ്യാർത്ഥിനികളെല്ലാം ചേർന്ന് വലിയൊരു കുടുംബത്തിലെ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നത് പോലെയാണ് നമ്മുടെ നവജ്യോതിയിലെ നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് വന്ന് കയറുമ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ളതും പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കുവെച്ചിട്ടുള്ളതും. അതിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു മോഡലാണല്ലോ ഇപ്പോൾ നമ്മുടെ വൃന്ദ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയം നിങ്ങൾ ഇവിടെ വരുന്നത് ഒരു അറിവ് സമ്പാദിക്കാൻ മാത്രമല്ല. നമ്മൾ ഇവിടെ വരുന്നത് നല്ല മനസ്സ്, ഉയർന്ന മൂല്യങ്ങൾ, സേവന മനോഭാവം, കരുണ, അതോടൊപ്പം നല്ല തന്നെ ഒരു മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കൈകളിലൂടെ ഇനി കടന്നു പോകാനിരിക്കുന്നത് നാളെയുടെ നല്ലൊരു തലമുറയാണ് നമ്മുടെ കൈകളിലൂടെ കടന്നു പോകാനിരിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഈ 2 വർഷത്തെ ഈ പരിശീലനം, അധ്യാപക പരിശീലന കോഴ്സ്, അതിൽ ഓരോ ക്ലാസ്സും ഓരോ പരിശീലനവും ഓരോ അനുഭവവും നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു അവസരമായിട്ട് കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് അക്കാദമിക മികവിനോടൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും ആത്മീയ വളർച്ചയും ഒക്കെ ലഭിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. വെറുതെ നമ്മുടെ ഒരു പഠിച്ച് പോകുന്നതിനേക്കാളേറെ നിങ്ങൾ തന്നെ ഒരു നല്ല രീതിയിൽ നിങ്ങളിൽ തന്നെ വലിയൊരു വ്യത്യാസം, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഒരു നല്ലൊരു പ്രതിബദ്ധതയോടുകൂടിയ ഒരു രൂപീകരണം നിങ്ങൾ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ അവസരത്തിൽ
നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ നല്ല പരിശീലനം നിങ്ങളെ മികച്ച അധ്യാപകരും നല്ല മനുഷ്യരുമാക്കി തീർക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.